ഗായ്സ് അപ്പോൾ ദാ ഉറക്കത്തിൽ എണീറ്റ് ഒരാൾ കോട്ടുമായി കൂട്ടിട്ട് എന്തിനാ നാണം അതൊന്നും അല്ലട്ടെ ഗൈസ്, ഉറക്കവും ഇല്ല അല്ലേ, രാത്രി ഒന്നും ഉറക്കൂല്ല. എന്താ വെച്ചാല് ഇപ്പൊ എത്ര 5-6 ദിവസമാവൂലേ, പനിയും ചുമയൊക്കെയാണ്. പനി അത്ര ഇല്ല, പക്ഷെ എന്നാലും ചുമ നല്ല ഉണ്ട്. ചുമ നിൽക്കണില്ല, അതായത് കഫത്തിന്റെ ഒരു ഇതുള്ളതുകൊണ്ട് ചുമ നിൽക്കണില്ല. പനി ഇടയ്ക്ക് എന്തെങ്കിലും വന്നു പോവാ, കണ്ടിന്യൂ പനിയില്ല. 2 പ്രാവശ്യം കാണിക്കണം, ഇനിയിപ്പോ ഇന്ന് എന്തായാലും കാണിക്കണം. അതെ. അപ്പൊ ഗൈസ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ മാറാൻ തീരുമാനിച്ചു. അതായത് പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇവിടെ തന്നെ വേണം തന്നെയായിരുന്നു, പക്ഷെ എന്നാലും ഒരു മനസ്സൊരിത് ഫസ്റ്റ് അവിടെ. അതായത് ഇവിടെ നമുക്ക് മോശമായതുകൊണ്ടല്ലേ ഞങ്ങൾ മാറുന്നത്. നമ്മൾ അവിടെ ഫസ്റ്റ് നമുക്കുള്ളൊരു എന്താ പറയുക ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു ഇതായിരുന്നു ചിങ്കുളിൻ്റെ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു സെക്കൻഡും അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു അല്ലേ. നമ്മുടെ സെയിം കോയമ്പത്തൂർ തന്നെയാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഇന്നാണ് ഫസ്റ്റ് വിസിറ്റിലോ. അപ്പോൾ ഡോക്ടറിനെയൊക്കെ വിളിച്ചപ്പോൾ ഡോക്ടർ വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യമാണ് ലേറ്റ് തോന്നുന്നു നമ്മൾ കാണിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് നേരത്തെ പോയി തോന്നുന്നു. അത് ഞങ്ങൾക്ക് നമ്മൾ എത്രയൊക്കെ മൈൻഡിൽ വെച്ചാലും സംഭവങ്ങളൊക്കെ മറന്നു പോകണം ലോവേ. അപ്പോൾ ദാ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്രാവശ്യം അമ്മയും കൂടി വരുന്നുണ്ട് ലോവേ. എന്താണ് സൂര്യ അടിക്കുന്നു, വെയിലല്ലേ, സൂര്യ കുത്തുവന്നെ. ഇത് പുതിയ ഡ്രസ്സാണ് പറയും, പുതിയ ഡ്രസ്സാണ് പറയും, പുതിയ ഡ്രസ് ഇട്ട് പറയും കുട്ടി. വയ്യ അല്ലേ. അതാണ്, അതായത് പുലർച്ചയ്ക്കും ഉറങ്ങുകണിക്കോ ഫുള്ള് ചുമയായിട്ട് നേരെ ഉറക്കമൊന്നുമില്ല വാവച്ചിക്കും ചിങ്കുടൂനും. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ല പുറത്ത് പോലും വണ്ടി മൊത്തം അലങ്കോലായിരുന്നു. അപ്പോൾ വണ്ടി കഴുകാൻ നിന്നു, അതാണ് വെച്ച് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം അല്ലോ. ഫുഡ് കഴിക്കണം, അമ്മനെ വിളിക്കണം, പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോകണം. അപ്പോൾ എന്തായാലും ഇറങ്ങാൻ ഷൂ എടുത്ത് വണ്ടിയിൽ വയ്ക്കാട്ടാ. ഷൂ ഇടണം പറയും, ഷൂ ഇട്ടിട്ട് വണ്ടി കയറി ഷൂ ഇടാൻ വേണം, എന്നാലും നടക്കാൻ. ശരി ബാ നമുക്ക് ഇടാം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നുട്ടാ. വേണ്ട, ഫുഡ് കഴിച്ചിട്ട് അമ്മനെ വിളിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ ഓൾറെഡി കഴിച്ചിട്ടുണ്ടോ നേരത്തെ അല്ലേ? ഇഡ്ഡലി ഇല്ല, ഇഡ്ഡലി എടുത്ത് എനിക്ക് ദോശ മതി. കുട്ടിക്ക് ഇഡ്ഡലിന്റെ ആളാണ് കേട്ടോ ഞാനും ചിങ്കുടും. ദോശന്റെ ആളും. അതെ, ഇഡ്ഡലി പറയുന്നുണ്ട് കേട്ടാ. എന്താണ് അങ്ങനെ കള്ളിയരുത്, കിട്ടി വേണ്ട കുട്ടിക്ക്. നല്ല മാന്തലാണ്, എൻ്റെ മൂത്തൊക്കെ മാന്തിയിട്ടില്ലേ, മൂതിയിട്ട്. ചിങ്കുടു ഉറങ്ങിപ്പോയി ഗൈസ്ലോവേ. ചിങ്കുടു ഉറങ്ങി. പിന്നെ ദാ അമ്മനെ വിളിച്ചു, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ല വെയിലിലാവേ. കണ്ണ് ഫുള്ളായിട്ട് തുറക്കാൻ പറ്റാത്ത പോലെ നിൽക്കുക, കാരണം ചൂട് അത്ര അടിക്കുന്നുണ്ട്. 3 ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു ആ പൂജൻ്റെതായിട്ട് അല്ലേ. ഇപ്പം മഴ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അല്ല വെയിൽ വന്നപ്പോൾ നല്ല വെയിലും. കുറേ ആയില്ലേ. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം കുറച്ച് ലോങ്, ഒരുപാട് ലോങ് ഒന്നുമില്ല, ഞങ്ങൾക്ക് അടുത്താണ് കോയമ്പത്തൂർ. എന്നാലും നമ്മള് അതെ പോണത് അല്ലേ. അപ്പം ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് എത്തും, അതുകൊണ്ട് പിന്നെ നമുക്ക് എത്ര ലേറ്റ് ആയാലും വലിയ പേടിക്കാനില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തിയിട്ടാ. അതായത് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ എന്തോ ഉള്ളൂ. അപ്പോൾ പിന്നെ വഴി ഞങ്ങൾ പമ്പിലൊന്ന് നിർത്തി, വാച്ചിക്ക് ബാത്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിർത്തി. ചിങ്കുട് എണീറ്റു കേട്ടോ, ചിങ്കുട് അമ്മയും വണ്ടിയിലുണ്ട്. അപ്പോൾ ഇനി നേരെ അവിടെ പോകണം. ഞങ്ങൾ എന്താ പറയുക, ചിങ്കുടുവിൻ്റെ ആ ഡെലിവറി കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു 2 വർഷം ആവാനായി. അപ്പോഴാണ് ഞങ്ങൾ പോണത്. അതായത് ആ സമയത്ത് വാച്ചിക്ക് ഇൻഫെക്ഷൻ ഒന്നും ആയിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ പോകണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു വെറുതെ, പക്ഷെ അതും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 2nd പ്രഗ്നൻ്റ് ആയിട്ടാണ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോണത്. അപ്പോൾ എന്തായാലും ഗൈസ് നോക്കാം.
പിന്നെ അതുപോലെ തന്നെ ചിങ്കുണിയാണെന്നുണ്ടെങ്കിൽ അവർ അന്ന് ഡെലിവറിക്ക് ശേഷം പിന്നെ ചിങ്കുണിയും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവർക്കൊരു ഇതുണ്ടാവും. അപ്പോൾ അവർ കുട്ടീനെയൊക്കെ എടുത്തിട്ട് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് എന്താണെന്ന് നോക്കാട്ടാ. വാവിച്ച് എന്തായാലും വരട്ടെ. ഗൈസ് ഞങ്ങളിവിടെ എത്തി. ഒരാളുടെ മുഖം നോക്ക്. അതായത് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിട്ട് പോയതാണ്. 2 വർഷമായി അല്ലേ? അതെ. സ്റ്റെപ്പിൽ പോകണം ഇല്ലെങ്കിൽ ചിങ്ങുവിൻ്റെ മൂഡ് പോവും. ചിങ്ങു കണ്ടു. ചിങ്ങു ഒന്ന് ഭയങ്കര ലുക്കിലേ വന്നിരിക്കുന്നു. കയറിക്കോ, നടക്ക്. ഐസ് അപ്പോൾ പോയിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കട്ടാ. എനിക്കും ചെറിയൊരു ഇതൊക്കെ കുറേ ആയില്ല, അതുകൊണ്ട് നമുക്ക് പോയി നോക്കാം. ഐസ് റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നു നേരെ ഡോക്ടറെ കാണാൻ. അതാണ് ഇനി അടുത്തത് എന്നില്ലേ. നാടൻ വരുന്നു. സൗണ്ടിൽ സ്വകാര്യം അങ്ങനെയല്ലേ. ഇനി വരും. സിംഗു സത്തു എവിടെ വന്നിരിക്കും നമ്മള് കളിക്കാൻ വന്നതില്ലേ. കുട്ടിക്ക് അറിയില്ലല്ലോ. കുട്ടിക്കൊരു ഓർമ്മയാവുമ്പോഴേ ഈ വീഡിയോ കാണുമ്പോൾ ഒരു ഇതാവുള്ളൂ അല്ലേ. അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഉള്ളിൽ പോയിട്ട് ഡീറ്റെയിൽസ് മൊത്തം ചോദിച്ചല്ലോ. എല്ലാ ഡീറ്റെയിൽസ് എത്ര നേരം എഴുതിയെടുക്കായിരുന്നു കേട്ടോ. മൊത്തത്തിൽ പ്രഗ്നൻസിൻ്റെ ടോട്ടൽ വായിച്ചേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് എഴുതിയെടുത്തിട്ടുണ്ട്. തമിഴിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. ഇപ്രാവശ്യം തീരെ കിട്ടുന്നില്ല. അല്ല ഇനിയിപ്പോൾ 2 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ശരിയാവും. പിന്നെ അത് മാത്രല്ലേ ഈ പ്രാവശ്യം ഞാൻ തന്നെ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ചു. കഴിഞ്ഞൊരു ബേബിയെങ്കിലും ഉണ്ടായിരുന്നു. അല്ല ഇപ്രാവശ്യം ഞാനും പോയി. ഇനി നമ്മളുള്ളിൽ കൊണ്ടുപോകട്ടോ. ഇനി പോണത് മെയിൻ ഡോക്ടറിന്റെ അടുത്താണ്. കുറച്ച് ബബ്ബ അടിക്കുന്നു. ഒരാളവിടെ സാധനം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേണ്ട അടുത്തിരിക്കുന്ന ഒരു ചേച്ചി ഉണ്ട്. അവരുമായിട്ട് കമ്പനിയായിട്ട് മൊബൈൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് വെറുപ്പിക്കുന്ന സൗണ്ട് ഇല്ലല്ലോ. അത് കുറച്ച് നമുക്ക് കേൾക്കാനും വെറുപ്പില്ലാത്തൊരു സൗണ്ടാണ് അത്. ഗൈസ് അപ്പം ഞങ്ങൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അവിടെ കുറച്ച് തിരക്കുണ്ടല്ലോ. തിരക്കുള്ളതുകൊണ്ട് ഓൾറെഡി ഞങ്ങളുടെ മുമ്പ് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പം എന്തായാലും ഒരു ഫുഡ് കഴിച്ചിട്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ അടുത്തുള്ള ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക. എന്താ അപ്പം മീൽസിന് ടൈം കഴിഞ്ഞു. മീൽസ് ഇല്ല. ചിങ്ങൂന് മാത്രം കുറച്ച് മീൽസ്. പിന്നെ ഞങ്ങൾ ബിരിയാണി പറഞ്ഞതാണ്. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മ ഇന്ന് ഒരുപാട് ദൂരെ പോയിരിക്കും. ടേബിള് വലിയ ടേബിള് ചിലയൊക്കെ കിട്ടും. പിന്നെ ഇപ്പോൾ ബിരിയാണി ഞങ്ങൾ 3 ബിരിയാണി പറഞ്ഞു. ചിങ്ങൂന് മീൽസും തരാമെന്ന് പറഞ്ഞില്ലേ. മീൽസ് കഴിഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. കടിക്കുന്നു നല്ല വളമാണ്. അപ്പോഴേക്കില്ല ഞങ്ങളവിടെ ഇരിക്കുന്ന സമയത്ത് അമ്മ എന്തോ പറഞ്ഞു ഓടി ഒന്നുകൊണ്ട് ഒറ്റ അടിച്ചാടിയിട്ട്. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് വേണം. വീട്ടിലല്ല അവിടെ പോയിട്ട് വേണം പിള്ളേയും കൊണ്ട്. അതെ ആൾക്ക് ചുമ കൂടുന്നുണ്ട്. അപ്പോൾ ഒന്നുകൊണ്ട് കാണിക്കണം. ചിങ്കുവിന്റെ പുതിയ അടവുകളാട്ടത്. അതായത് നീ ചോദിച്ചിട്ട് കുറച്ച് വൈകിയ അതുപോലെ ഷമ്മി ഹീറോടാ ഹീറോ ഏതെങ്കിലും മുക്കിപ്പോ ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കും. നോക്കട്ടെ നാടിന്റെ സ്വത്ത് തരബാ നാട് തരബാ എന്റെ കുട്ടി ബാ. കിടക്കാന്ന് അത് നിങ്ങൾ കേട്ടോന്നറിയില്ല. അതാണ് പറഞ്ഞത് കേട്ടാ. അതാ വന്നു அப்பளம் இருக்கா அண்ணா? பப்படம். பப்படம் கொடுக்கலாம். ஓகே. சிக்கன் பிரியாணி. ചിക്കൻ ബിരിയാണി വന്നു. ഇതെവിടെ ഒരാളെ പപ്പടത്തിനാണ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ ഇപ്പൊ ഫുഡ് വന്നപ്പോൾ മെല്ലെ വന്നുണ്ട്. എത്ര നേരം പണിങ്ങി കിടക്കായിരുന്നു. എന്താ 2 പറഞ്ഞപ്പോൾ ചിരി വന്നു. ഇതെന്താണിത്? ഇത് ചിങ്ങുവിന് കൊടുക്കാൻ പറ്റില്ല. എരിവുണ്ടാവും. ബിരിയാണി എരിവുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ചിങ്ങുവിന് വേറെ മീൽസ് കുറച്ച് പറഞ്ഞു. റൈസ് നല്ല അടിപൊളി റാവത്തർ ബിരിയാണി. ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് ഇപ്പം തരാം കേട്ടാ. കത്തിയിട്ട് അടിപൊളി ഇല്ലാതെ സെറ്റായിരുന്നു. நல்லா இருக்கேன்.
நல்லா இருக்கீங்களா? அம்மா மாதிரி ஆயிட்டீங்க. மீன்ஸ் அந்த டிரான்சிஷன் ஃபேஸ்ல தெரியுது. சோ கியூட். ഡെലിവറി കഴിഞ്ഞിട്ട് എപ്പോഴാ വരുന്നത്? 1 വീക്കിൽ വരാൻ சொல்லிட்டு நாங்க போனோம். கரெக்ட். 2 ഇയർ ആக പോകും. 2 years ஆகுது. കുട്ടി ഇപ്പതാ ഫസ്റ്റ് ടൈം പാക്കുറോം. അങ്ങനെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം വയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുട്ടി എങ്ങനെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ കൈവച്ചിട്ട് തന്നെ നോക്കിയിട്ടാണ് പറയുക കേട്ടോ. അവർ സ്കാനിങ്ങിനേക്കാളും കൂടുതൽ കൈവച്ച് നോക്കിയിട്ടാണ് പറയുക. അതൊക്കെ കഴിഞ്ഞ് ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ചിങ്കുടിനെ കാണിച്ചു കൊടുത്തപ്പോൾ ചിങ്കുടി എന്തോ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കും കാണിച്ചു. പിന്നെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം ഓക്കെ ആണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചിട്ട് ഇവിടെ നിറയാൻ നിൽക്കാമല്ലോ. അവൻ ഇന്ന് കുറച്ച് ടൈം ലേറ്റ് ആയില്ലോ. അവൻ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 12:30-ക്കാണ് അപ്പോയിൻമെൻറ്റ് ടൈം അല്ലേ. പക്ഷെ ഞങ്ങൾ കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഡിലേ ആയതുകൊണ്ട് ഓൾറെഡി പറഞ്ഞില്ലേ ചിങ്കുടു എന്താണ് ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ എനിക്ക് പിന്നെ അതിനനുസരിച്ച് ഇവിടെ ആളുടെ ഒരു ഇത് മാറിയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് ടൈമായി. ഇനിയിപ്പോൾ നെക്സ്റ്റ് അങ്ങനെ ഉണ്ടാവില്ല. കുറച്ച് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങണം. അപ്പോൾ ഡോക്ടറിനെ കണ്ട് കുറേ രീതിയിൽ സംസാരിച്ചു. കുറേ ചിങ്കുടിൻ്റെ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ കുറേ വിശേഷങ്ങളൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. ഇനി ഞങ്ങൾ ഇവിടെ നേരെ ഇറങ്ങുകയാണ്. ഇവിടെ നേരെ പാലക്കാട് ബസ് പിടിക്കണം. പോണ വഴി ചായ എന്തെങ്കിലും കുടിക്കണം അല്ലേ? വിശക്കണുണ്ട് അല്ലേ? ആ നമ്മൾ കുറച്ചപ്പോഴേ കഴിച്ചത് അല്ലേ? കുറച്ച് സമയമായില്ലേ? ഇപ്പം അത്യാവശ്യം വൈകുന്നേരം ഒരു 6:30 ആയിട്ടുണ്ട് കഴിച്ച്. ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോൾ വന്നുള്ളവേ. പിന്നെ ഇപ്പം എന്തായാലും പോണ വഴി ഫുഡൊക്കെ കഴിച്ച് മെല്ലെ അങ്ങനെ പോവാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീടെത്തി. അമ്മനെയൊക്കെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. അമ്മനെ അവിടെ വീട്ടിലാക്കിയിട്ട് വന്നു. അല്ലെങ്കിൽ ഞങ്ങൾ നേരെ കൊണ്ട് കൊണ്ടുവന്നിട്ട് മെല്ലെ വിടാറ്. ഇന്ന് അങ്ങനെ ആക്കിയിട്ട് വന്നു. ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം പോയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലാക്കി. അതായത് മെയിൻ നല്ല ടയേർഡുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഉറക്കത്തിൻ്റെയാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെയും കൂടി ആയിട്ടായിരിക്കും തോന്നുന്നു കുറച്ച് ടയർഡ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അധികം ഇതൊന്നും ഉണ്ടാവാറില്ല അല്ലോ. പക്ഷെ കുഴപ്പമില്ല. പോയി വന്ന് വലിയ കാര്യത്തിൽ ഒരാൾ അമ്മയുടെ അടുത്തൊക്കെ പറയണത് ഞാൻ വീട്ടിൽ പോയി ഉറങ്ങുകയില്ലാന്ന്. ഇവിടെ വന്നിട്ട് കാണുമ്പോൾ പോയി കിടന്നുറങ്ങും. ഒരു കുറച്ചൊരു 10-15 മിനിറ്റ് കണ്ണടച്ചു. കണ്ണടച്ച് തൊട്ടുണ്ടെങ്കിൽ എണീറ്റ് പോയി. എന്നിട്ടൊന്ന് ഫ്രഷൊക്കെ ആവണം. അപ്പോൾ എന്തായാലും അവിടെ പോയി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ല. അവൻ ചിങ്കുടുവിൻ്റെ കാര്യങ്ങളും കുറേ സംഭവങ്ങളൊക്കെ നമുക്കറിയാത്ത കുറേ പറഞ്ഞിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ കണ്ടിന്യൂ നമ്മൾ അവിടെ തന്നെ പോകണം. ഇനി നമുക്ക് പോകാൻ പറഞ്ഞ 3 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലേ? അത് കുറച്ചല്ലേ ഉള്ളൂ. പിന്നെ 3 ആഴ്ച കഴിഞ്ഞിട്ട് പോകണം. പക്ഷെ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാനിങ് കാര്യങ്ങളൊക്കെ എടുക്കണ അങ്ങനെ ഓരോരോ സംഭവങ്ങളുള്ളതിലൊന്നും നമുക്ക് ഒന്നും പറ്റില്ല. ഇപ്പോൾ വാവിച്ചിക്കാണെന്നുണ്ടെങ്കിൽ പോലും കാണാൻ പറ്റില്ലല്ലോ. ഇവിടെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. നമുക്ക് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്കത് അറിയാം. അപ്പം അതൊരു വല്ലാത്തൊരു ഫീലാണ്. മെയിനായിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോകാന്നുള്ളൊരു ഇത് വിചാരിച്ചിട്ടാണ്. സ്കാനിങ് എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്കാനിങ്ങിൽ എന്താ പ്രത്യേകത ചോദിച്ചാൽ ഫേസ് ഒക്കെ കാണാനൊക്കെ പറ്റും. ചിങ്കുടി ഞങ്ങൾ അതുപോലെ കണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. ഞങ്ങൾ ഭാവിച്ച് ഇന്ന് തന്നെ കിട്ടും വിചാരിച്ചു സ്കാനിങ്ങിന്. പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പം അതെ കിട്ടുന്നു. പക്ഷെ ഇവിടെയും അവിടെയും വ്യത്യാസമുണ്ട്. ഓരോ ഡോക്ടർമാർ ഓരോരോ ടൈമിങ്ങിലാണ് എടുക്കുന്നത് അവൻ. അപ്പോൾ എന്തായാലും ഗൈസ് എന്തായാലും ഇനിയിപ്പോൾ എന്താണ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ടിട്ട് എന്താണ് അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.